ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞ പോലെ തേങ്ങാക്കൊത്ത് ഇട്ട് വെച്ച നല്ല അടിപൊളി ബീഫ് റോസ്റ്റാണ് കാണിക്കുന്നത്. ഇത് അത്ര അടിപൊളി റെസിപ്പി ആയതുകൊണ്ടാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ ടേസ്റ്റ് ടോക്സ് ബൈ ഷബ്ന നൂറുദ്ദീൻ്റെ ചാനലിൽ നിന്നാണ് ഈ റെസിപ്പി എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു മീഡിയം സവാള കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും ചേർക്കുക, 2 പച്ചമുളക് ചേർക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. ഒരു ചെറിയ തക്കാളി ആഡ് ചെയ്ത് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റുക. ഇനി മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം. ഇത്രയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴന്നതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഈ മിക്സ് നന്നായി തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഈ ബീഫ് ശരിക്കും നല്ല എല്ലുള്ള ബീഫ് വെച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ എല്ലില്ലാത്ത ബീഫാണ്. അപ്പോൾ ഈ കുക്കറിനകത്തോട്ട് ഈ അരച്ച പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഈ അരപ്പിലോട്ട് ആഡ് ചെയ്യുക. നന്നായിട്ട് 1 മിനിറ്റ് വരെ നന്നായിട്ട് ഇളക്കി മസാലയെല്ലാം ബീഫിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണം. അപ്പോൾ ഈ സമയത്ത് മസാല ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പോ മസാല കുറവുണ്ടെങ്കിൽ മസാലയോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ്. ഇത് നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റ് ആവാനും നല്ല ടേസ്റ്റി ആവാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ബീഫിലോട്ട് കുറച്ച് വേപ്പില എല്ലാം ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ സ്ലോ ആയിട്ട് 4 വിസിലും പോകുന്ന വരെ കുക്ക് ചെയ്യുക. ഇനി ഒരു 25 തൊട്ട് 30 വരെ കുഞ്ഞുള്ളി അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. 2ആക്കി കീറി വെക്കുക. ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചധികം തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴന്നതിന് ശേഷം തേങ്ങാക്കൊത്ത് മാറ്റി വയ്ക്കുക. അതിനകത്തോട്ട് ചെറിയ ഉള്ളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇതെല്ലാം ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്യുക. ചെറിയ തീയിൽ കുറച്ചായിട്ട് വഴറ്റിയെടുത്ത് നന്നായി റോസ്റ്റാക്കി എടുക്കുക. കുറച്ച് കുരുമുളകും ചതച്ച് ചേർക്കാം. അതുപോലെ കുറച്ച് പെരുംജീരകവും കൂടി ചേർത്താൽ സൂപ്പറായി. ഇതെല്ലാം നന്നായി റോസ്റ്റ് ആയതിനു ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കുക. നന്നായി മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റോസ്റ്റാക്കി എടുക്കുക. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. കുറച്ച് നെയ്യുള്ള ബീഫാണെങ്കിൽ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബീഫൊക്കെ കിട്ടുമ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.